ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസിനെ രൂക്ഷമായി വിമർശിച്ച് ബ്രിട്ടൻ ഭരണകൂടം രംഗത്ത്. തെരുവിൽ ഹിന്ദു യുവാക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം ഭയാനകമാണ്. ഇത്തരം സംഭവങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വ്യക്തമായ ആക്രമണമായി തന്നെ കണക്കാക്കാം എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടി MP ആയ ബോബ് ബ്ലാക്ക്മാൻ ചില പ്രതികരണങ്ങൾ ഇവിടെ ഉന്നയിച്ചിരിക്കുകയാണ്. UK MPമാരോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് വാചാലനായാണ് അദ്ദേഹം കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളെ കൊലപ്പെടുത്തുകയും അവരുടെ ക്ഷേത്രങ്ങൾ കത്തിക്കുകയും ചെയ്യുന്നത് വിനാശകരമായ സാഹചര്യവുമാണ്, ഭയാനകവുമാണ്. ഹിന്ദു പുരുഷന്മാരാകട്ടെ തെരുവുകളിൽ കൊല്ലപ്പെടുന്നു, അവരുടെ വീടുകൾ കത്തിക്കുന്നു, ക്ഷേത്രങ്ങൾ കത്തിക്കുന്നു. മറ്റു മതന്യൂനപക്ഷങ്ങളും സമാനമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ അതിക്രമങ്ങളെയും UK ശക്തമായി തന്നെ അപലപിക്കുകയും ബംഗ്ലാദേശിൽ സമാധാനവും വിശ്വസനീയവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നത് തങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ സ്വാതന്ത്ര്യവും നീതിയുക്തവുമായി എന്ന് വിളിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. എന്നാൽ അഭിപ്രായ വോട്ടെടുപ്പുകളിൽ ഏകദേശം 30% പിന്തുണ അത് കണക്കാക്കുന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ അവാമി ലീഗിനെ ആ തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചില ഇസ്ലാമിക തീവ്രവാദികൾ ബംഗ്ലാദേശിന്റെ ഭരണഘടനയെ എന്നേക്കുമായി തന്നെ മാറ്റുന്ന ഒരു റഫറണ്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. ഇതിനു പുറമെ തന്നെ ബംഗ്ലാദേശിലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തിരഞ്ഞെടുപ്പുകളും മതന്യൂനപക്ഷ സംരക്ഷണവും ഉറപ്പാക്കാൻ UK സ്വീകരിക്കുന്ന നടപടികൾ വിദേശകാര്യ സെക്രട്ടറി യെവൈറ്റ് കുറുപ്പുമായി തന്നെ ചർച്ച ചെയ്യും എന്നതാണ് കോമൺസ് നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം യുനസ് സർക്കാരിന്റെ ഭരണത്തിൽ ബംഗ്ലാദേശിന്റെ പതനമാണിപ്പോൾ കാണാൻ സാധിക്കുന്നതും. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനത്തോടുകൂടി തന്നെ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതകൾ ചെറുതല്ല എന്ന വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. അത്ര ഏറെ യാതനകൾ അവർ അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് പുറത്തു വരുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ വാർത്തയും സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആൾക്കൂട്ട ആക്രമണവും വെടിവെപ്പുകളും ഒക്കെ തന്നെ തുടരുന്നത് പ്രശ്നം വലിയ കലുഷിതാവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിലെ മാധ്യമ സഹോദരങ്ങൾക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ അവർക്ക് നേരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ യുനസ് സർക്കാർ അല്ലെങ്കിൽ യുനസ് ഭരണകൂടം അവിടെ ചരടുവലികൾ നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ രീതിയിൽ ചരക്ക് കച്ചവടക്കാരനായ ഒരു വ്യക്തിയെ ആക്രമിക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ മാത്രം 6 ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ 2024 ഓഗസ്റ്റ് 5-ന് പുറത്താക്കിയതിനും ഇന്ത്യയിൽ താൽക്കാലിക അഭയം നൽകിയതിനും പിന്നാലെ തന്നെ ഇന്ത്യക്കും മതന്യൂനപക്ഷങ്ങൾക്കും നേരെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ പെരുകുന്നത്. കൊലപാതകങ്ങൾ വർഗീയമല്ല എന്ന് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം നിലപാടെടുക്കുന്നത് ഇന്ത്യയെ വെട്ടിലാക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹിന്ദുക്കൾ, ക്രൈസ്തവർ, ബുദ്ധമതക്കാർ എന്നിവരുൾപ്പെടെ തന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ബംഗ്ലാദേശിൽ തുടരുന്ന ഈ ശത്രുത ഗുരുതരമായ ആശങ്കകളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് കേന്ദ്ര വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബ്രിട്ടൻ അടക്കം ഈ വിഷയത്തിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.